ദാരിദ്ര്യം മൂലം ഒരു ഭ്രാന്തനായ യുവാവിനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു യുവതി. ജീവിതത്തിൽ ഒരു പാഠമാകുന്ന ഒരു കഥ. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ചെറുകുടുംബം. ആ വീട്ടിൽ രമ്യ തൻ്റെ കയ്യിലുള്ള പഴയ 500 രൂപ നോട്ടെടുത്ത് ഒന്നു നോക്കി നിശബ്ദമായിരിക്കുന്നു. ആ നോട്ട് പലവട്ടം മടക്കിയതിൻ്റെ അടയാളങ്ങൾ കാണുന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്ക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുക്കളയിൽ അവളുടെ അമ്മ പഴയ ചട്ടിയിൽ കറികൾ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ക്ഷീണവും ചിന്തയും ചേർന്ന മുഖം. രമ്യ മന്ദമായി അമ്മയോട് ചോദിച്ചു, അമ്മേ, നാളെയല്ലേ റാണിയുടെ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം? അമ്മ ഒരു നിമിഷം മിണ്ടാതെയായി. അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ മുതലാളിയോട് ചോദിച്ചിട്ട് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മകളെ. അമ്മ ഒരു നിമിഷം ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിച്ചു. രമ്യയുടെ മനസ്സ് എങ്കിലും ശാന്തമല്ലായിരുന്നു. അവൾ ഒരു നിമിഷം തിരിഞ്ഞ് തന്റെ അനിയത്തിമാരെ നോക്കി. 3 മക്കളിൽ ഏറ്റവും വലിയവളാണ് രമ്യ. രണ്ടാമത്തവൾ നിത്യ പുസ്തകത്തിൽ മുഴുകി ഇരിക്കുന്നു. മൂന്നാമത്തെ മകൾ റാണി ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഇരുവരും കോളേജിൽ പഠിക്കുന്നു. അവരെ നോക്കുമ്പോൾ രമ്യയുടെ ഹൃദയം നീറുകയും വേദനിക്കുകയും ചെയ്തു. കാരണം രമ്യയ്ക്ക് തന്റെ പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം അവളുടെ സ്വപ്നങ്ങളെ നിശബ്ദമായി അടച്ചുപൂട്ടി. പിന്നീട് അവൾ വലിയൊരു വീട്ടിലെ അടുക്കള ജോലിക്ക് പോകുവാൻ തുടങ്ങി. അവളുടെ കൈകൾക്ക് പുസ്തകങ്ങൾക്ക് പകരം പാത്രങ്ങൾ ലഭിച്ചു. പേനയ്ക്ക് പകരം ചട്ടിയും കരണ്ടിയും. എന്നാൽ അവളുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. എന്റെ അനിയത്തിമാരെങ്കിലും നല്ല നിലയിൽ എത്തണം. ആ ചിന്തയോടെയാണ് രമ്യ വീണ്ടും ആ പഴയ 500 രൂപ നോട്ട് കയ്യിൽ പിടിച്ച് നിശബ്ദമായി നിന്നത്. പെട്ടെന്ന് തന്നെയാണ് അച്ഛൻ രാമൻ വീട്ടിലേക്ക് കയറി വന്നത്. വാതിൽ തുറന്ന ശബ്ദം കേട്ട് എല്ലാവരും ഒരു നിമിഷം അവിടേക്ക് നോക്കി. അച്ഛന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ക്ഷീണവും വേദനയും ചേർന്നൊരു നടപ്പ്. കയ്യിൽ ഒന്നുമില്ല. ശരീരം ശരിയായില്ലെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഓരോ ദിവസവും ജോലിക്ക് പോകേണ്ട അവസ്ഥ. എന്നാലും രാമൻ സമ്പാദിക്കുന്ന ആ ചെറിയ തുക പോലും വീട്ടിലെ ദാരിദ്ര്യം മാറുന്നില്ല. അച്ഛൻ അകത്ത് കയറുമ്പോൾ രമ്യയുടെ മുഖത്ത് ഒരു ചെറിയ പ്രതീക്ഷ തെളിഞ്ഞു. അവൾ ഉടനെ എഴുന്നേറ്റു അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, പൈസ കിട്ടിയോ? അവളുടെ ശബ്ദത്തിൽ പ്രതീക്ഷയും പേടിയും കലർന്നിരുന്നു. രാമൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. കിട്ടിയില്ല എന്ന് പറയുവാൻ രാമന്റെ മനസ്സ് സമ്മതിച്ചില്ല. മകളുടെ ആ പ്രതീക്ഷ തകർക്കുവാൻ അവൻ ഭയപ്പെട്ടിരുന്നു. ഒരു ചെറു നിശബ്ദതയ്ക്ക് ശേഷം രാമൻ മന്ദമായി പറഞ്ഞു, നാളെ തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ രമ്യയുടെ മുഖത്തിലെ പ്രതീക്ഷ വീണ്ടും മങ്ങിപ്പോയി. ഒന്നും പറയാതെ അവൾ തലകുനിച്ചു. അവളുടെ ഉള്ളിൽ അടഞ്ഞുകിടന്ന വിഷമം പുറത്തേക്ക് വരുവാൻ തുടങ്ങിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആരും കാണാതിരിക്കാനായി അവൾ തിരിഞ്ഞു. ശബ്ദമൊന്നുമില്ലാതെ അവൾ മുറിയിലേക്ക് കയറി. അവളുടെ ഓരോ ചുവടും ആ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ ഭാരമായി നിറഞ്ഞതായിരുന്നു. അങ്ങനെ രമ്യ മുറിയിലേക്ക് കയറി. മുറിയെന്ന് പറയുവാൻ പോലും പറ്റാത്ത ഒരിടം. കീറിപ്പോയ ടാർപ്പായ കൊണ്ട് മറച്ച ചെറിയൊരു മുറി. കാറ്റും കയറും മഴയും കയറും. പക്ഷേ അതാണ് അവളുടെ സ്വന്തം ലോകം. അവൾ നിശബ്ദമായി അകത്ത് കയറി വാതിലടയ്ക്കുന്നത് പോലെ ടാർപ്പായൊന്ന് വലിച്ചു. അതിനുള്ളിൽ വെളിച്ചം പോലും മങ്ങിയിരുന്നു. ഒരു നിമിഷം അവൾ കിടക്കയിൽ കിടന്നു. പഴകിയ കെട്ടിയ ഒരു ചെറിയ കട്ടിൽ, അതും ചിരണ്ടിയ മരം ശബ്ദമുണ്ടാക്കി. അവൾക്കിപ്പോൾ 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നുവരെ അവളുടെ വിവാഹം നടന്നിട്ടില്ല. കാണാൻ അതീവ സുന്ദരിയാണ്. പക്ഷേ അവളെ കാണാൻ വരുന്ന ഓരോരുത്തർക്കും ഒരു ചോദ്യം മാത്രം, സ്ത്രീധനം എത്ര തരും? 10 പവനെങ്കിലും തരുവാൻ പറ്റുമോ? 1/4 പവൻ പൊന്നു പോലും അവരുടെ വീട്ടിൽ ഇല്ല എടുക്കുവാൻ. അതുകൊണ്ട് ഓരോ ബന്ധവും വന്നതുപോലെ തന്നെ പോയി. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ ജീവിതം ഓർത്തപ്പോൾ ഹൃദയം നിറഞ്ഞു. പക്ഷേ അവൾ കരഞ്ഞ് തന്നെ ഓർത്തല്ല. നിത്യ, റാണി. അവളുടെ മനസ്സിൽ വീണ്ടും ആ പേരുകൾ മാത്രമായിരുന്നു. അവളുടെ ജീവിതം പോലെയാകരുത് അവളുടെ അനിയത്തിമാരുടെ ജീവിതമെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ കട്ടിലിൽ കിടന്ന് മുഖം മറച്ച് കരഞ്ഞു. ശബ്ദം പോലും പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. അവളുടെ കണ്ണുനീർ ആ ചെറിയ മുറിയുടെ നിശബ്ദതയിൽ വീണ് നനഞ്ഞു. ആ കരച്ചിലിൽ സ്വന്തം സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട വേദനയും അനിയത്തിമാരുടെ ഭാവിയെക്കുറിച്ചുള്ള പേടിയും ഒന്നായി കലർന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ പൊങ്ങുന്നതിന് മുൻപ് രാമൻ എഴുന്നേറ്റു. ശരീരം നന്നായില്ലെങ്കിലും വേദനയും ക്ഷീണവും ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇന്നെങ്കിലും പണം കിട്ടുമെന്ന പ്രതീക്ഷയോടെ രാമൻ പണിക്ക് പോയി. പണിസ്ഥലത്ത് എത്തിയപ്പോൾ മുതലാളി ഒന്ന് കാണുവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റൊരാൾ വന്നു. അത് കേട്ടപ്പോൾ രാമന്റെ ഹൃദയം ഒരു നിമിഷം നിറഞ്ഞു. ഇന്നലെ ഞാൻ ചോദിച്ച പണം തരാനായിരിക്കും വിളിപ്പിച്ചതെന്ന് രാമൻ മനസ്സിൽ കരുതി. പ്രതീക്ഷയോടെ മുതലാളിയുടെ മുൻപിലേക്ക് നടന്നു. മുതലാളി കസേരയിൽ ഇരുന്നു. രാമൻ മുന്നിൽ നിൽക്കുമ്പോൾ മുതലാളി ഒരു നിമിഷം ഗൗരവത്തോടെ നോക്കി. രാമ, എന്റെ മൂത്ത മകൻ അരുൺ, അവനെ കുറിച്ച് നിനക്കറിയുമോ? രാമൻ ഒരു നിമിഷം നിശബ്ദമായി. അവന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. മുതലാളി പിന്നെയും തുടർന്നു. അവന്റെ മനസ്സ് തീരെ ശരിയല്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചിലരത് ഭ്രാന്താണെന്ന് പറയുന്നു. പക്ഷേ ഒരു വിവാഹം കഴിച്ചാൽ എല്ലാം ശരിയാകും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അവൻ ഒരു നിമിഷം നിർത്തി. പിന്നെയും പറഞ്ഞു, അതുകൊണ്ട് നിന്റെ മകൾ രമ്യയെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ പൂർണ്ണമായി ഞെട്ടി. രാമന്റെ കാലുകൾ പോലും നിശ്ചലമായി. മുതലാളി വീണ്ടും പറഞ്ഞു,
നീ പേടിക്കേണ്ട രാമ. നിന്റെ വീട്ടിലെ എല്ലാ ചെലവും ഞങ്ങൾ നോക്കാം. നിന്റെ ബാക്കി 2 മക്കളുടെ പഠിപ്പും അവരുടെ വിവാഹവും എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം. പക്ഷേ രാമനൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവന്റെ മനസ്സിൽ ഒരേയൊരു വാക്കു മാത്രം മുഴങ്ങി. എന്റെ മകളെ ഒരു ഭ്രാന്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണോ? അവന്റെ ഉള്ളം പൊട്ടിപ്പോയി. ഒരു വശത്ത് വീട്ടിലെ ദാരിദ്ര്യം, മക്കളുടെ ഭാവി, കടബാധ്യതകൾ, മറുവശത്ത് സ്വന്തം മകളുടെ ജീവിതം. രാമൻ തലകുനിച്ചു നിന്നു. ഉള്ളിലൊരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവന്റെ മനസ്സ് തന്നെ ചോദിച്ചു. മുതലാളി ഒരു നിമിഷം കൂടി രാമനെ നോക്കി. മുതലാളിയുടെ മുഖത്ത് ഒരു തണുത്ത ഉറപ്പുണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള സമ്മർദ്ദം. മുതലാളി മേശയുടെ ഡ്രോയറിൽ നിന്ന് ഒരു കെട്ട് പണമെടുത്തു. ആ പുതിയ നോട്ടുകളുടെ ശബ്ദം ആ മുറിയിലെ നിശബ്ദത തകർത്തു. ഇതെടുക്കൂ രാമ എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ മുൻപിലേക്ക് നീട്ടി. ഇത് നിന്റെ മകളുടെ കോളേജ് ഫീസ് അടയ്ക്കുവാൻ. ഇങ്ങനെ ഒരവസരം എല്ലായ്പ്പോഴും വരികയില്ല രാമ. രാമന്റെ കണ്ണുകൾ ആ പണത്തിലേക്ക് പതിഞ്ഞു. അവന്റെ മനസ്സിൽ റാണിയുടെ മുഖം. ഫീസ് അടയ്ക്കണം എന്ന വാക്കുകൾ വീണ്ടും മുഴങ്ങി. മുതലാളി വീണ്ടും പറഞ്ഞു, ഈ അവസരം നീ കൈവിട്ടാൽ നിനക്ക് പിന്നെ അതിന് ദുഃഖിക്കേണ്ടി വരും. മുതലാളി പിന്നെ കുറച്ച് കടുപ്പത്തോടെ പറഞ്ഞു, ഇപ്പോൾ നീ വീട്ടിലേക്ക് പോ. മകളോട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ. ഇങ്ങനെയൊരു അവസരം ഇനി നിനക്ക് കിട്ടുകയില്ല രാമ. രാമൻ നിശബ്ദമായി ആ പണം കയ്യിലെടുത്തു. അത് കയ്യിൽ കിട്ടിയപ്പോൾ അതൊരു പണമല്ല, അവന്റെ മകളുടെ ജീവിതം തന്നെയാണെന്ന് മനസ്സിലായി. തലകുനിച്ചു. ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് നടന്നു. വീട്ടിലെത്തിയപ്പോൾ രാമന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഭാര്യയ്ക്ക് എന്തോ മനസ്സിലായി. എന്താണ് സംഭവിച്ചത് എന്ന് ഭയത്തോടെ തന്നെ ഭാര്യ ചോദിച്ചു. രാമൻ ഒന്നും മിണ്ടാതെയിരുന്നു. കയ്യിലുള്ള പണം നിലത്ത് വെച്ചു. അതിനുശേഷം മുതലാളി പറഞ്ഞ ഓരോ വാക്കും മന്ദമായി പറഞ്ഞു തുടങ്ങി. മുറിയിൽ നിശബ്ദത പടർന്നു. അത് കേട്ടത് മാത്രം ഭാര്യയുടെ ഹൃദയം പൊട്ടി. എന്റെ മകളെ എങ്ങനെ ഒരു പ്രാന്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനോ? ഒരു നിമിഷം രമ്യയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു. ഇതെന്തൊരു പരീക്ഷണമാണ് ദൈവമേ! ഉറക്കെ തന്നെ പൊട്ടിക്കരഞ്ഞു. നിത്യയും റാണിയും ഭയത്തോടെ ഒരുമിച്ച് നോക്കി. അവർക്കൊന്നും പറയുവാൻ പറ്റിയില്ല. ആ വീട്ടിലെ വായുവിൽ പോലും വേദന നിറഞ്ഞു. ആ സമയത്ത് രമ്യ ശാന്തമായി എല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവളുടെ മുഖത്ത് കണ്ണുനീർ പതിയുവാൻ തുടങ്ങി. അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. അമ്മയുടെ കരച്ചിൽ. അച്ഛാ, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ അമ്മ ഒരു നിമിഷം ഞെട്ടി അവളെ നോക്കി. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? കരഞ്ഞുകൊണ്ട് തന്നെ രമ്യയുടെ അമ്മ ചോദിച്ചു. രമ്യയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. പക്ഷേ അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എന്റെ കാര്യമൊന്നും നോക്കണ്ട അമ്മേ. നിത്യയും റാണിയും നന്നായി പഠിക്കണം. നല്ലൊരു വിവാഹം അവർ കഴിക്കണം. ഒരു നിമിഷം രമ്യ അച്ഛനെ നോക്കി. അച്ഛാ, ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ രാമന്റെ ഹൃദയം തകർന്നു. സ്വന്തം മകൾ തന്റെ ജീവിതം പോലും ത്യജിച്ച് ആ ചെറിയ വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ വലിയ ത്യാഗം നിശബ്ദമായ തീരുമാനമായി. അങ്ങനെ ഏറെ വൈകാതെ തന്നെ ആ വിവാഹം കഴിഞ്ഞു. വലിയ വീടിന്റെ വാതിൽ കടന്ന് രമ്യ അകത്തേക്ക് കയറി. രമ്യ ആദ്യമായിട്ടാണ് അത്ര വലിയൊരു വീട് കാണുന്നത് തന്നെ. അവൾക്കതൊരു പുതിയ ലോകം പോലെ തോന്നി. വലിയ ഹാളുകൾ, വിലയേറിയ സാധനങ്ങൾ. എന്നാൽ ആ ഭംഗിയുടെ നടുവിൽ അവളുടെ മനസ്സ് മാത്രം ശൂന്യമായിരുന്നു. ആ വീട്ടിൽ അരുണിന്റെ 2 അനിയന്മാർ ഉണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. കുട്ടികളുമായി അവർ സുഖമായി അവിടെ താമസിക്കുന്നു. പക്ഷേ രമ്യയെ അവർ നോക്കിയ കണ്ണുകൾ സ്നേഹത്തോടെ ആയിരുന്നില്ല. അവർ പുച്ഛത്തോടെ മാത്രമാണ് രമ്യയെ കണ്ടത്. അവർ തമ്മിൽ എപ്പോഴും പുച്ഛിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. അവളുടെ മനസ്സിൽ ഇതെല്ലാം തട്ടിയിരുന്നു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. രമ്യ തലകുനിച്ച് നിശബ്ദമായി നിന്നു. അവൾക്കതൊരു പുതുമയല്ലായിരുന്നു. ജീവിതം തന്നെ അവൾ ഇതിലേറെ കഠിനമായി പഠിച്ചിരുന്നു. അരുണിന്റെ അമ്മ വ്യത്യസ്തമായിരുന്നു ഇവരിലെല്ലാവരിൽ നിന്നും. രമ്യ അരുണിന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെ രമ്യയുടെ കൈ പിടിച്ചു. മോളെ എന്ന് വിളിച്ചപ്പോൾ രമ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ശബ്ദത്തിൽ ഒരു അമ്മയുടെ സ്നേഹമുണ്ടായിരുന്നു. രമ്യയെ സ്വന്തം മകളെ പോലെ തന്നെ അരുണിന്റെ അമ്മ കണ്ടത്. നീ പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. രമ്യയ്ക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചു. അങ്ങനെ രാത്രിയായി. വീട് മുഴുവൻ നിശബ്ദമായി. പുതിയ വീട്ടിലെ ആ രാത്രി രമ്യയുടെ ഹൃദയം വേഗത്തിലിടിച്ചു. ഇതാണ് എന്റെ ജീവിതം എന്നവൾ മനസ്സിൽ പറഞ്ഞു. അവൾ പതുക്കെ അരുണിന്റെ മുറിയിലേക്ക് നടന്നു. കൈകൾ വിറച്ചു. ഹൃദയം പേടിയിൽ നിറഞ്ഞു. വാതിൽ അല്പം തുറന്നു. അകത്ത് അരുൺ ഒറ്റയ്ക്കിരിക്കുന്നു. മങ്ങലുള്ള വെളിച്ചം, നിശബ്ദത. രമ്യ ഒരു നിമിഷം വാതിൽക്കൽ നിന്നു. അവളുടെ കാലുകൾ മുന്നോട്ട് വെക്കുവാൻ പേടിച്ചു. പക്ഷെ അവൾ ധൈര്യം കൂടി അകത്തേക്ക് കയറി. അവന്റെ അരികിൽ പതുക്കെ നടന്നു ചെന്നു. അരുൺ തല ഉയർത്തി അവളെ നോക്കി. ഒന്നും പറഞ്ഞില്ല. ആ കണ്ണുകളിൽ ഒരു വിചിത്രമായ നിശബ്ദതയുണ്ടായിരുന്നു. വേദനയോ ശൂന്യതയോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാവം. രമ്യ പേടിയോടെ നിൽക്കുന്നു. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നും ഒന്നും അറിയില്ല. അവൾ തലകുനിച്ചു നിന്നു. മുറിയിൽ ഒരു ഭാരം നിറഞ്ഞ നിശബ്ദത. അവൾ ഒരു നിമിഷം അവനെ നോക്കി. 2 ജീവിതങ്ങൾ ഒരു വിധിയുടെ നിർബന്ധത്തിൽ ഒത്തുചേർന്നു. ആ രാത്രി ആ മുറിയിൽ അരുൺ ഒന്നും പറയാതെ ആ കിടക്കയിൽ കിടന്നു ഉറങ്ങി. ഇതാണോ ആ മനുഷ്യൻ എല്ലാവരും പേടിക്കുന്ന, ഭ്രാന്തനെന്ന് വിളിക്കുന്ന? അവൾ മനസ്സിൽ ചോദിച്ചു. അവൾ കിടക്കയുടെ ഒരു മൂലയിൽ പതുക്കെ ഇരുന്നു. അവന്റെ ഉറക്കത്തിലുള്ള മുഖം ശ്രദ്ധിച്ചു. അവിടെ അവൾ കണ്ടത് ഒരു ഭീകരതയല്ല, ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായ ഒരു മുഖം. അവന്റെ ശ്വാസം സാവധാനം.
മനസ്സിൽ ഒന്നുമില്ലാത്ത പോലെ ഒരു നിരപരാധിയായ മുഖം. ആ കാഴ്ച കണ്ടപ്പോൾ രമ്യയുടെ പേടി കുറയുവാൻ തുടങ്ങി. അവൾ നിശബ്ദമായി ഇരുന്നു കൊണ്ട് ചിന്തിച്ചു. പിന്നീട് അവൾ മനസ്സിലാക്കുവാൻ തുടങ്ങി അരുണിന്റെ കഥ. അതെ, ചെറുപ്പത്തിൽ തന്നെ അവന്റെ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം വന്നിരുന്നു. ആരോഗ്യകരമായ പ്രശ്നം, അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്ത മനസ്സിന്റെ വേദന. പക്ഷേ ആരും അത് ശ്രദ്ധിച്ചെടുത്തില്ല. ആ ചെറിയ പ്രശ്നം കാലക്രമേണ വലുതായി. വീട്ടുകാരവനെ പുറത്തേക്കും മറ്റും വിടാതെയിരുന്നു. പുറത്തു പോയാൽ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയത്തിൽ അവനെ മുറിക്കുള്ളിൽ ഒതുക്കി. ജോലിക്ക് പോകുവാൻ പോലും സമ്മതിച്ചില്ല. സമൂഹത്തിൽ ഇടപെടുവാൻ അവസരം നൽകിയില്ല. അവന്റെ ലോകം ആ മുറി മാത്രമായി. അവന്റെ അനിയന്മാർ, അവരുടെ കുടുംബം, കുട്ടികൾ വരെ അവനെ കണ്ടാൽ പേടിച്ചു മാറി നിന്നു. അവിടേക്ക് പോകരുത്, അവൻ ഭ്രാന്തനാണ് എന്ന് കുട്ടികളെ പോലും പഠിപ്പിച്ചു. അവന്റെ പേര് പോലും മറന്നുപോയി. എല്ലാവരും ചേർന്ന് അവനെ ഒരേയൊരു പേരിൽ വിളിച്ചു, ഭ്രാന്തൻ. ആ വാക്ക് വീണ്ടും വീണ്ടും അവന്റെ ജീവിതത്തിൽ അടിച്ചമർത്തി. അവനെ മനസ്സിലാക്കുവാൻ ആരും ശ്രമിച്ചില്ല. അവനെ സ്നേഹിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. അവനെ ഒരു മനുഷ്യനായി കാണാതെ ഒരു പ്രശ്നമായി മാത്രം കണ്ടു. രമ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവൻ ഭ്രാന്തനല്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഇവൻ ഒറ്റപ്പെട്ട ഒരാൾ, സ്നേഹം കിട്ടാത്ത ഒരാൾ. അവൾ വീണ്ടും അരുണിനെ നോക്കി. അവൻ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ലോകം മുഴുവൻ അവനെ തള്ളിയപ്പോൾ അവൻ ഒറ്റയ്ക്കായി മാറി. ആ രാത്രി ആ ചെറിയ മുറിയിൽ രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ ജീവിതം ത്യജിച്ച പെൺകുട്ടി, മറ്റൊരാൾ ലോകം തെറ്റായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ. അവരെ ബന്ധിപ്പിച്ചത് വേദനയും നിശബ്ദതയും വിധിയും ആയിരുന്നു. അന്നു മുതൽ രമ്യയുടെ മനസ്സിൽ ഒരു മാറ്റം തുടങ്ങി. ഇവനെ ഇങ്ങനെ മുറിക്കുള്ളിൽ അടച്ചിട്ട് ജീവിക്കുവാൻ പാടില്ല എന്നവൾ ഉറച്ച തീരുമാനത്തിലെത്തി. ഒരു ദിവസം രാവിലെ രമ്യ പതുക്കെ അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അരുൺ പുറത്തേക്ക് വരുമോ? അവൾ മൃദുവായി ചോദിച്ചു. അരുൺ ആദ്യം ആശ്ചര്യത്തോടെ അവളെ നോക്കി. അവനോട് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഒരു നിമിഷം പേടിച്ചെങ്കിലും രമ്യയുടെ കണ്ണുകളിൽ ഒരു ഭയമില്ലാത്ത സ്നേഹം കണ്ടപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റു. രമ്യ അവന്റെ കൈ പിടിച്ചു. വാതിൽ തുറന്നു. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ലോകം അരുണിന്റെ മുൻപിൽ തുറന്നു. അവൻ മന്ദമായി പുറത്തേക്ക് നടന്നു. വീട് കടന്നു. പടികളിറങ്ങി പറമ്പിലേക്കെത്തി. കാറ്റ് അവന്റെ മുഖത്ത് തട്ടിയപ്പോൾ അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അതവന് പുതിയ അനുഭവം പോലെ. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അവനെ കണ്ടയുടനെ പറഞ്ഞു, അയ്യോ, ഭ്രാന്തൻ മാമൻ വന്നു. അവർ പേടിച്ച് പിന്നോട്ട് മാറി. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ മുഖം വീണ്ടും മങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം രമ്യ അവന്റെ അരികിൽ ഉണ്ടായിരുന്നു. അവൾ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ പറയരുത്, അത് ഭ്രാന്തനല്ല, അവൻ നിങ്ങളുടെ മാമനല്ലേ? അവൾ സ്നേഹത്തോടെ കുട്ടികളെ മനസ്സിലാക്കി. അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളെ സംസാരിച്ചാൽ അവനും സന്തോഷമായിരിക്കും. നിങ്ങളുടെ സ്വന്തം മാമനല്ലേ അത്? കുട്ടികൾ പതുക്കെ ശാന്തമായി. ഭയം കുറയുവാൻ തുടങ്ങി. അന്നു മുതൽ രമ്യ ദിവസവും അരുണിനെ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. പറമ്പിലൂടെയും തോട്ടത്തിലൂടെയും പടിയിലൂടെയും അവർ സംസാരിച്ചു നടന്നു. അവന്റെ ലോകം പതുക്കെ വലുതായി. പിന്നീട് ഒരു വലിയ തീരുമാനവും അവൾ എടുത്തു. അരുൺ അവന്റെ അച്ഛന്റെ സ്റ്റേറ്റിലെ ചെറിയ ജോലികൾ ഏർപ്പെടുത്തുവാൻ അവൾ തുടങ്ങി. ആദ്യ ദിവസം അവൻ മടിച്ചു. പക്ഷേ രമ്യ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് പറ്റുമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ അവൻ ചെയ്യുവാൻ തുടങ്ങി. അതെല്ലാം അവന്റെ ആത്മവിശ്വാസം കൂട്ടി. ഇതെല്ലാം അകലെ നിന്ന് നോക്കിയിരുന്നു അരുണിന്റെ അച്ഛൻ ഭാസ്കരനും അമ്മ സീതയും. അവർക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാതെ നിന്നു. വർഷങ്ങളായി മുറിക്കുള്ളിൽ അടഞ്ഞിരുന്ന അവരുടെ മകൻ ഇന്ന് പുറത്തേക്ക് നടക്കുന്നു, ചിരിക്കുന്നു, ജോലി ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഭാസ്കരന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതെന്റെ മകനാണോ എന്ന് മനസ്സിൽ ചോദിച്ചു. സീതയ്ക്ക് കണ്ണുനീർ നിർത്തുവാനായില്ല. ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു ദൈവം തന്നെയാണ് എന്ന് സീത പറഞ്ഞു. രമ്യ ദൂരത്ത് നിന്ന് അരുണിനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് സന്തോഷം. സ്വന്തം ജീവിതം ത്യജിച്ചെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. ആ വീട്ടിൽ മുൻപ് ഭ്രാന്തനെന്ന് വിളിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ പതുക്കെ അരുണായി തിരിച്ചു വരുവാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം നിത്യയുടെ വിവാഹാലോചന വന്നതുകൊണ്ട് തന്നെ രമ്യ കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കേണ്ടി വന്നു. അവൾ മനസ്സിലൊരു ആശങ്കയോടെ തന്നെയാണ് പോയത്. അരുണിനെ ഞാൻ വിട്ടുപോകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും എന്ന ചിന്ത അവളെ വിട്ടില്ല. എങ്കിലും അവളുടെ അനിയത്തി നിത്യയുടെ വിവാഹാലോചന അതവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ അരുണിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. രമ്യ വീണ്ടും അരുണിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വീടിന്റെ വാതിൽ കടന്ന നിമിഷം തന്നെ അവൾക്ക് എന്തോ പിഴച്ചതായി തോന്നി. അകത്ത് അരുണിന്റെ അമ്മ സീതയും അച്ഛൻ ഭാസ്കരനും പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടികളെല്ലാം ഒരു മൂലയിൽ പതുങ്ങിയിരിക്കുന്നു. ഭയത്തിൽ ആരും ഒന്നും പറയുന്നില്ല. എന്താണ് സംഭവിച്ചത്? രമ്യ ആശങ്കയോടെ ചോദിച്ചു. ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മുകളിൽ നിന്ന് ഭയങ്കര ശബ്ദം കേട്ടത്. വസ്തുക്കൾ തകരുന്ന ശബ്ദം, ഉച്ചത്തിലുള്ള നിലവിളി. അത് അരുണിന്റെ മുറിയിൽ നിന്നായിരുന്നു. സീത കരഞ്ഞുകൊണ്ട് രമ്യയുടെ കൈപിടിച്ചു. മോളെ, നീ ഇപ്പോൾ അവിടേക്ക് പോകരുത്. അവന്റെ നിയന്ത്രണം ആകെ പോയിരിക്കുകയാണ്. നീ പോയാൽ അപകടമാണ്. പക്ഷേ രമ്യ അത് കേൾക്കുവാൻ തയ്യാറായില്ല. അവൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ടതാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ഒരു നിമിഷം പോലും വേഗാതെ അവൾ പടികൾ കയറി മുകളിലേക്ക് ഓടി. വാതിൽ തുറന്നു. അകത്ത് കണ്ട കാഴ്ച, കിടക്ക മുഴുവൻ വലിച്ചു കീറിയിട്ടുണ്ട്. മേശയും കസാരയും എല്ലാം ചിതറിക്കിടക്കുന്നു. വസ്തുക്കളെല്ലാം തകർന്ന നിലയിൽ. മുറി മുഴുവൻ അവന്റെ വേദന കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ അരുൺ കണ്ണുകൾ ചുവന്ന് ശ്വാസം വേഗത്തിൽ കയ്യിൽ ഒരു വെട്ടോത്തിയുമായി നിൽക്കുന്നു. അവന്റെ ഉള്ളിൽ അടഞ്ഞുകിടന്ന വേദന
ഒരു കൊടുങ്കാറ്റായി പൊട്ടി പുറത്തു വന്നിരിക്കുന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ രമ്യ അവന്റെ അടുത്തേക്ക് ഓടി. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന ആ മനുഷ്യനെ അവൾ നേരെ ചെന്നു അവനെ ശക്തമായി ചേർത്ത് പിടിച്ചു. അരുണിന്റെ ശരീരം ഒന്ന് വിറച്ചു. ആ കെട്ടിപ്പിടുത്തം അവൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്. അവൻ ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ പതുക്കെ രമ്യയെ നോക്കി. ആ കണ്ണുകളിൽ കോപമില്ല, പകരം ഒരു വലിയ വേദന. ഒരു കുഞ്ഞു പോലെ ഒറ്റപ്പെട്ട് കരയുന്ന മനസ്സ്. എന്തിനാ നീ പോയത് എന്ന് അവൻ നിറകണ്ണുകളോടെ ചോദിച്ചു. രമ്യ അവനെ വിട്ടില്ല. ഞാൻ വന്നല്ലോ എന്ന് അവൾ ഉറക്കെ പറഞ്ഞു. ഞാൻ ഇനിയെന്നും നിന്റെയൊപ്പം ഉണ്ടാകും. അരുണിന്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടോതി പതുക്കെ അവൾ വലിച്ച് നിലത്തേക്ക് എറിഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ ഒരു കുഞ്ഞിനെ പോലെ രമ്യയുടെ ചുമലിൽ തലചാച്ചു. ആ നിമിഷം ഒരു കൊടുങ്കാറ്റ് ശാന്തമായി. ഒരു മനസ്സ് വീണ്ടും ആശ്വാസം കണ്ടെത്തി. ആ മുറിയിൽ ഭയമില്ലാതെയായി. ശേഷിച്ചത് സ്നേഹവും ആശ്വാസവും. ഒരാളുടെ ജീവിതം മറ്റൊരാൾ പിടിച്ചു നിർത്തുന്ന ആഴമുള്ള ബന്ധവുമായി മാറി. അന്നു മുതൽ രമ്യ ഒരിക്കലും അരുണിനെ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൾ പോയടത്ത് അവനെ കൊണ്ടുപോകും. അവൻ പോയടത്ത് അവളും ഉണ്ടാകും. അവൾ അവനെ ചേർത്ത് പിടിച്ചു. വാക്കുകൾ കൊണ്ടല്ല, സ്നേഹത്തോടെ, ക്ഷമയോടെ ഒരു മനുഷ്യനെ വീണ്ടും പുനർജനിപ്പിച്ചു. ദിവസങ്ങൾ കടന്നു, മാസങ്ങളായി മാറി. ആ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന അരുൺ പതിയെ പതിയെ ഒരു സാധാരണ മനുഷ്യനായി മാറുവാൻ തുടങ്ങി. അവൻ സംസാരിക്കുവാൻ തുടങ്ങി, ചിരിക്കുവാൻ തുടങ്ങി, ലോകത്തെ നേരെ നോക്കുവാൻ തുടങ്ങി. ആ മാറ്റത്തിന് പിൻപിൽ ഒരു പെൺകുട്ടിയുടെ നിശബ്ദമായ സ്നേഹം മാത്രമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അരുണും രമ്യയും ഇപ്പൊ സ്നേഹത്തോടെ ജീവിക്കുന്നു. വലിയ വീട് ഇപ്പോൾ ശൂന്യതയിലല്ല, ചിരികളാൽ, കളികളാൽ നിറഞ്ഞിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു അതിഥി കൂടി വന്നിരിക്കുന്നു. അതെ, ഒരു കുഞ്ഞു കൂടി അവർക്ക് വന്നിരിക്കുന്നു. ആ കുഞ്ഞിന്റെ ആദ്യ ചിരിയിൽ അവരുടെ എല്ലാ വേദനയും മറഞ്ഞു. അരുണിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ല, അവിടെ സ്നേഹം മാത്രമാണ്. അതേസമയം രമ്യയുടെ സ്വപ്നം, അവൾ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് ചിന്തിച്ച സ്വപ്നം, അത് സാക്ഷാത്കരിച്ചു. അതെ, അവളുടെ അനിയത്തിമാരായ നിത്യയുടെയും റാണിയുടെയും വിവാഹം. അത് സാധാരണ വിവാഹങ്ങളല്ലായിരുന്നു. അരുണും രമ്യയും ചേർന്ന് ആഡംബരമായി, അഭിമാനത്തോടെ, സ്നേഹത്തോടെ നടത്തി. എന്റെ അനിയത്തിമാർക്ക് ഒരു കുറവും വരരുത് എന്ന രമ്യയുടെ ആഗ്രഹം അവൾ ജീവിതത്തിൽ നേടിയെടുത്തു. ആ ദിവസം വിവാഹ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് രമ്യ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവൾ ഓർത്തത് ആ പഴയ 500 രൂപ നോട്ട്, ആ ചെറിയ ടാർപ്പായ മുറി, അവളുടെ കരച്ചിൽ, അച്ഛന്റെ അവസ്ഥ. ഇന്ന് അവൾ നിൽക്കുന്നത് മറ്റൊരു ലോകത്ത്. പക്ഷെ അവളുടെ ഹൃദയം അതുപോലെ തന്നെയായിരുന്നു. അരുൺ അവളുടെ അരികിൽ വന്നു നിന്നു, കൈപിടിച്ചു. നീയില്ലായിരുന്നുവെങ്കിൽ ഞാനിന്നും ആ ഇരുണ്ട മുറിയിൽ തന്നെ ആയിരുന്നേനെ എന്നവൻ മൃദുവായി പറഞ്ഞു. രമ്യ ഒന്ന് പുഞ്ചിരിച്ചു. ജീവിതം അവരെ എത്ര പരീക്ഷിച്ചാലും അവർ തോറ്റുകൊടുത്തില്ല. കാരണം അവർക്കിടയിൽ സ്നേഹമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, ത്യാഗമുണ്ടായിരുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ സുഖം പണം കൊണ്ടുവരില്ല, മറിച്ച് ഒരു ഹൃദയം മറ്റൊരു ഹൃദയത്തെ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം ജനിക്കുന്നത്. ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ട ഒരാളെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം കൊണ്ട് മനുഷ്യനാക്കി മാറ്റി. അതുകൊണ്ട് ഒരാളെ വിധിക്കുന്നതിന് മുൻപ് അവന്റെ അവസ്ഥ ഒരിക്കൽ കേൾക്കൂ. സ്നേഹം കിട്ടാത്തവർ മോശക്കാരല്ല. സ്നേഹം കിട്ടുമ്പോൾ അവർ അത്ഭുതങ്ങളാകും. ത്യാഗം ചെയ്ത ഹൃദയങ്ങൾ ഒരിക്കൽ ശൂന്യമാകുകയില്ല. അവ ഒരു ദിവസം നിറയും സന്തോഷം, സ്നേഹം, അഭിമാനം കൊണ്ട്. നിങ്ങൾക്ക് എന്റെ ഈ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു.